ഹായ് മക്കളെ, ജെയ്മേൻ 2025 ഫേസ് 1-ലെ ഫസ്റ്റ് ഫേസ് 1-ലെ 23rd ഷിഫ്റ്റ് നമ്പർ 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, ദ ക്വസ്റ്റ്യൻ ഈസ് പ്യുവർലി ഫ്രം സ്ട്രൈക്ക് ലൈൻസ്. ഓക്കെ, സ്ട്രൈക്ക് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പുതുതായിട്ട് നമ്മളിതൊന്നും പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഓൾറെഡി നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്ത ടൈപ്പ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ പുതിയ കാര്യങ്ങളൊന്നും നമ്മളിതിൽ പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ റോഡ് ഓഫ് ലെങ്ത് 8 units മൂവ് സച്ച് ദാറ്റ് ഇറ്റ്സ് ends a and b always lie on the line x minus y plus 2 is equal to 0 and y plus 2 is equal to 0 respectively. If the locus of point P that divides the road AB internally in the ratio 2:1 is this one, then alpha minus beta minus gamma is. Okay, അതായത് ശ്രദ്ധിക്കുക, ഒരു റോഡ്. ഓക്കെ മക്കളെ, ഒരു റോഡ്. ഓക്കെ, അതിന് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? 8 units ആണ്. മനസ്സിലായില്ലേ? ലെങ്ത് എന്താണ്? 8 units ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. അല്ല, മൂവ് ചെയ്യുന്ന പറയുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിന് n പോയിന്റ്സ് എന്താണ് ഈ പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻസിൽ വരുന്ന രീതിയിലാണ് എന്താവുന്നത്? n പോയിന്റ്സ് നമ്മൾ മൂവ് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പോൾ ആ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് x മൈനസ് വൈ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. മറ്റേ എന്താണ്? y പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താണ്? 0 ഉള്ളതാണ്. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അതായത് y പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു -2 എന്ന് പറയും. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ n പോയിന്റ്സ് എടുക്കണം. റെഡി അല്ലേ? അപ്പോൾ n പോയിന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ x കോർഡിനേറ്റിൽ ഞാൻ എന്താക്കി? a എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. റെഡി മക്കളെ? അപ്പോൾ x കോർഡിനേറ്റ് ഞാൻ a എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും പറഞ്ഞാട്ട്? യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് a പ്ലസ് 2 അല്ലേ? റെഡി അല്ലേ? ഈ n പോയിന്റ് ഞാൻ എടുത്തു. റെഡി അല്ലേ? ശ്രദ്ധിക്കുക, അപ്പോൾ അതായത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ ആക്ച്വലി നമ്മൾ n പോയിന്റ് നമ്മൾ x, y എന്നൊക്കെ എടുക്കുക. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നമ്മൾ പിന്നെ എന്താ പറയുക, ഒരൊറ്റ കോർഡിനേറ്റിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് a പ്ലസ് 2 എന്നാക്കിയിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അതേപോലെ തന്നെ ഇവിടെ എക്സ് കോർഡിനേറ്റ്, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഞാൻ എന്താക്കി? b എന്ന് കൊടുത്തു. y കോർഡിനേറ്റ് എപ്പോഴും എന്താണ്? അതിൻ്റെ -2 ആണ്. റെഡി അല്ലേ? കാരണം y ഈസ് ഈക്വൽ ടു -2 ആണ്, സ്ട്രൈറ്റ് ലൈൻ ആണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് a പ്ലസ് 2 ആയെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സിന് ഞാൻ a കൊടുത്തു കഴിഞ്ഞാൽ യെസ്, എക്സിന് a കൊടുത്ത് നമുക്ക് എന്ത് പറയാം? a മൈനസ് വൈ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ a ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്താണ്? a പ്ലസ് 2. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ്. റെഡി. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? locus of point P, okay, that divides the road AB internally in the ratio 2:1. okay അല്ലേ? locus of point P, okay, a road length unit moves such that it ends a and b always lines. okay, അപ്പോൾ a എന്നുള്ളത് ഇവിടെ കിടക്കുന്നു, b ഇവിടെ കിടക്കുന്നു. okay, yes, okay, and if the locus b divides ab internally in the ratio 2:1, അല്ല, അപ്പോൾ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ a b യെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എന്ത് കുഞ്ഞുങ്ങളെ? p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതിൻ്റെ ലോക്കസ് ആണ് നമ്മൾ കണ്ടുപിടിക്കണല്ലേ? നമ്മൾ സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡി. അപ്പോൾ നമ്മൾ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ p യുടെ കോർഡിനേറ്റ് നമ്മൾ ആദ്യം എന്താക്കുന്നു? കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്ഷൻ ഫോർമുല സാർ mx2 പ്ലസ് nx1 പ്ലസ് m പ്ലസ് n. ഓക്കെ, അതൊന്നും ബൈഹാർട്ട് പഠിക്കണ്ട, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ് അറിയാം. അപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ 2 ഇൻറ്റു അല്ല, അപ്പോൾ ഈ 2 എന്നുള്ള സാധനം ഇവനുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അഥവാ 2b. മനസ്സിലായില്ലേ? ഓക്കെ, 1 ഇൻറ്റു ഇവന് എയുമായിട്ട് മൾട്ടിപ്ലൈ, a ഡിവൈഡ് ബൈ എന്താണ്? 3. മനസ്സിലായില്ലേ? 2b. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ 2 ഇൻറ്റു -2 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ്? -4. ഓക്കെ, പ്ലസ് 1 ഇൻറ്റു a പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? a പ്ലസ് 2. ഓക്കെ, ഡിവൈഡ് ബൈ എന്താണ്? 3. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ പി അല്ലെ, പി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? h, k. എടാ ക്ലിയർ ആയില്ലേ? പി എന്ന് പറഞ്ഞാൽ h, k എന്ന് പറഞ്ഞു കൊടുത്തു വിചാരിക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി പറഞ്ഞാട്ടെ? യെസ്, a പ്ലസ് 2b ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു h എന്ന് കിട്ടി. മനസ്സിലായില്ലേ? അഥവാ a പ്ലസ് 2b ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം മക്കളെ? 3h എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇവിടെ നിന്നാണെങ്കിലോ നമുക്ക് a മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു k എന്ന് വരും. ശരിയല്ലേ? a മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു k എന്ന് വരും. a മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു k എന്ന് വരും. ഓക്കെ, ശരിയല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ a ഈസ് ഈക്വൽ ടു എന്താണ്? 3k പ്ലസ് 2 എന്ന് വരും. ശരിയല്ലേ? റെഡി. ഓക്കെ, അങ്ങനെയും നമുക്ക് എന്തായി? സംഭവം റെഡിയായി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ a പ്ലസ് 2b ഈസ് ഈക്വൽ ടു 3h കിട്ടി. ഓക്കെ, പിന്നെ എന്താണ്? a ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3k പ്ലസ് 2 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എനെയും നമുക്ക് ബിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് എച്ചിൻ്റെയും ടേം വൈയുടെയും എച്ചിൻ്റെയും കെൻ്റെയും ടേമിൽ നമുക്ക് എന്താക്കണം? ഒരു ഇക്വേഷൻ കിട്ടണം. അതാണ് ഇനി ലോക്കസ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഈ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് അല്ല, ഈ
പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് പി എച്ച് കോമ കെ ആണ്, അതിന്റെ ലോക്കസ് ആണ്. അപ്പോൾ അതിന്റെ ലോക്കസ് പറയുമ്പോൾ അതിന്റെ ടേമിൽ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് എന്താക്കേണ്ടത് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ കോർഡിനേറ്റുകളിൽ നമ്മൾ എച്ചിന്റെയും കെന്റെയും ടേമിലേക്ക് ആക്കുക അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എ ഇസ് ഈക്വൽ ടു എന്താണ് 3k + 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ a + 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ a + 2 ഇസ് ഈക്വൽ ടു 3k + 4 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഈ ഫസ്റ്റ് കോർഡിനേറ്റ്. ഓക്കെ, അഥവാ a + 2 അതേപോലെ തന്നെ എന്താണ് 3k + 2 അതേപോലെ എന്താണ് 3k + 4. റെഡി അല്ലേ? 3k + 2 അതേപോലെ എന്താണ് 3k + 4. മനസ്സിലായില്ലേ? അതായത് എയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? 3k + 2 എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a + 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി 3k + 4. അത്രേ നമ്മളോട് ചെയ്തിട്ടുള്ളൂ. യെസ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് ബി വേണം അല്ലെ. ബി ഏതിന്റെ ടൈമിലേക്ക് മാറ്റണം? ഇതേപോലെ എച്ചിന്റെയും കെന്റെയും ടൈമിലേക്ക് മാറ്റണം. അതെങ്ങനെയാ? വി നോ a + 2b = 3h. ഓക്കെ, a + 2b = 3h. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2b = എന്താണ് 3h - a അല്ലെ. a എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ എന്താണ്? യെസ്, ഇറ്റ് ഈസ് വാട്ട് 3k + 2 ആണ്. റെഡി അല്ലേ? അപ്പോൾ 3h - 3k - 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ b = 3h - 3k - 2 ഡിവൈഡ് ബൈ എന്തായാലും 2 എന്ന് വരും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ അഥവാ ബിയുടെ സ്ഥാനത്ത് നമുക്ക് 3h - 3k - 2 ഡിവൈഡ് ബൈ 2 അല്ലെ, കോമ ഇവിടെ എന്തുകൊണ്ടോടാ മക്കളെ? യെസ്, ഇവിടെ -2 എന്ന് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കോർഡിനേറ്റും എന്താക്കി? നമ്മൾ എച്ചിന്റെയും കെന്റെയും ടേമിലേക്ക് മാറ്റി. ഓക്കെ അല്ലേ? നമ്മൾ എച്ചിനെയും കെനെയും നമ്മൾ എന്താക്കണം മക്കളെ? കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ മതി അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും AB² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 64 ആയിരിക്കും അല്ലേ. അപ്പോൾ AB² AB ഒക്കെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? യെസ്, ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ? യെസ്, 3h - 3k - 2 അല്ലേ, -3k + 2. 3h - 3k - 2 divided by 2. Okay, -3k + 2. -3k + 1 -3k - 2 അല്ലെ, ദ ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ? പ്ലസ് ഇതാണെങ്കിൽ ഇവിടെ മക്കളെ യെസ് ഓക്കെ -2 എന്താണ് 3k + 4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ തിരിച്ചിട്ടാലും എന്തില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ എന്താക്കാണ്? സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി തിരിച്ചിടുന്നതാണ് നല്ലത്. അതായത് 3k + 4 -2 ദ ഹോൾ സ്ക്വയർ അല്ലെ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും അതെന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പോയിക്കോളും. അഥവാ 3k + 6 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, 3k + 6 ദ ഹോൾ സ്ക്വയർ അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 64. ഓക്കെ, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് നമ്മളെ എച്ചിനും കെക്കും പകരം നമ്മൾ എക്സും വൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കസ് ആയി. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3h. ഓക്കെ, കാരണം ഇനി അടുത്ത് എന്താണ് മൈനസ്. ഓക്കെ, 9k. ഓക്കെ, പിന്നെയോ -2 -6. ഓക്കെ, ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ, പ്ലസ് ഇവിടെ ആണെങ്കിൽ ഈ 3k + 6 ദ ഹോൾ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യാം? ഈ 3 ഐ ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. അപ്പോൾ 3 അല്ലെ, ഇവിടുന്ന് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്ന സമയത്ത് ഇത് ഹോൾ സ്ക്വയർ 9 ആണ് പുറത്തേക്ക് വരിക. അപ്പോൾ ഇവിടെ k + 2. ഓക്കെ, ദ ഹോൾ സ്ക്വയർ അല്ലെ ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? 64. ശരിയല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഓക്കെ, ഇവിടെ 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മൊത്തം എന്താണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ആൾസോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ എന്താക്കുന്നു? 9 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു അല്ലേ. കാരണം 3 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നത് 9 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ h -3k - 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ് 9 × k + 2 ദ ഹോൾ സ്ക്വയർ വേണമെന്ന് നമുക്ക് k² + 4k + 4 എന്നാക്കി മാറ്റാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 64 അല്ലേ. അപ്പോൾ ഞാൻ മൊത്തം എന്താക്കി 4 കൊണ്ട് ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 4 കളയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യാണ്? 9 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം? എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ h². ഓക്കെ, പ്ലസ് 9k² + 4. ഓക്കെ, പ്ലസ് 2 × അല്ലെങ്കിൽ -6hk. ഓക്കെ, -6hk പിന്നെ -4h പ്ലസ് 6k എന്ന് വരും. റെഡി അല്ലേ? അതായത് ഇതെങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് a - b - c ദ ഹോൾ സ്ക്വയർ ആണ്. a² + b² + 2. അതെ, അതായത് അത് ഞാൻ കാണിച്ചു തരാം. അതായത് മക്കളെ ഇവിടെ a + b + c ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി നോ ഇത് a² + b² + c² + 2ab + 2bc + എന്താണ് 2ac ആണ്. റെഡി അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, a + b അല്ലെങ്കിൽ a - b നോക്കണേ, a - b - c ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നോക്കണേ -2ab -2ac പ്ലസ് 2bc എന്ന് വരും. മനസ്സിലായില്ലേ? അതെങ്ങനെയാ സാർ ഈ നെഗറ്റീവ് ഓർമ്മയിൽ ഉണ്ടാവുക? ഇവിടെ a ഇൻറ്റു മൈനസ് ബി അഥവാ -2ab. ഓക്കെ, ഇനി a ഇൻറ്റു -c അല്ലെ -2ac, പിന്നെ എന്താണ് 2 ഇൻറ്റു bc അല്ലെ? മനസ്സിലായില്ലേ? അഥവാ ഈ നെഗറ്റീവ് മൾട്ടിപ്പിൾ ചെയ്താൽ എന്താണ്? പോസിറ്റീവ് ആണ് എന്നുള്ള കോൺസെപ്റ്റ്. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്പിൾ ചെയ്താൽ എന്താണ്? നെഗറ്റീവ് ആണെന്നുള്ള കോൺസെപ്റ്റ്. മനസ്സിലായല്ലേ? റെഡിയല്ല? അപ്പോൾ അതേപോലെയാണ് ഇത് എന്താക്കിയിരിക്കുക നമ്മൾ ചെയ്തിരിക്കുന്നത്. h² + 9k² + 4 അല്ലേ? പിന്നെ എന്താണ് h ഇൻറ്റു -3 ഇൻറ്റു 2 -6k 6k, പിന്നെ h ഇൻറ്റു -2 ഇൻറ്റു 2 -4h, പിന്നെ എന്താണ് 3 ഇൻറ്റു 2. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? 12k വരും അത് കേട്ടോ. 12k എന്ന് വരും. ശരിയല്ലേ? അത് 12k എന്ന് വരും. റെഡി? ദെൻ ഇനി ആൾസോ ഇവിടുന്ന് ഞാൻ എന്താക്കിയിട്ടുണ്ട്? 4 ഞാൻ 9 പുറത്തെടുത്തിട്ടുണ്ട്. ഈ 4നെ എനിക്ക് എന്താക്കാം? ഉള്ളിലേക്ക് എടുക്കാം. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് 4k² + 16k + 16 എന്ന് വരും. ഓക്കെ, ഇവിടെ ആണെങ്കിലോ 64 ഇൻറ്റു 4 എന്ന് പറ 256 എന്ന് വരും. ഓക്കെ മക്കളെ, ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിചാരിക്കുകയാണ്. റെഡി? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്താക്കുക? ഒരുമിച്ച് വെക്കുക. ഓക്കെ, ഒരേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് വെക്കുക. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 ഇൻറ്റു നോക്കണേ h² അല്ല, h² ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ശരിയല്ലേ? k² 9k² + 4k² അഥവാ 13k² ഉണ്ട് അല്ലേ? പിന്നെ എന്താണ് -6hk അല്ലേ? അത് ഒറ്റ ടേമേ ഉള്ളൂ. hkൻ്റെ ടേമേ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇനി -4h ഉണ്ട് അല്ലേ? -4h അല്ലേ? അതിന് ടേം ഒന്നേ ഉള്ളൂ. ഇനി 12k + ഇത് 28k എന്ന് വരും. പിന്നെ കോൺസ്റ്റന്റ് ടൈം ആണെങ്കിൽ 4 ഓക്കെ +16. ശരിയല്ലേ? 4 + 16 തന്നെയല്ലേ ഉള്ളൂ. ഇവിടെ ഒരു 4 ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? ഒരു 16 ഉണ്ട്. അഥവാ എന്ത് വരും? 20 എന്ന് വരും. ശരിയല്ലേ? 20 അല്ലേ = എന്താണ്? 256. ഇത് നമ്മൾ എന്ത് ചെയ്യുക? എച്ചിനെയും കെനെയും റീപ്ലേസ് ചെയ്യുക. എന്ത് വെച്ചിട്ട്? എക്സും വൈയും വെച്ചിട്ട് എച്ചിനെയും കെനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ? റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ആൾസോ ഞാനൊരു കാര്യം ചെയ്യാണ്. ഇവിടെ നീ കോൺസ്റ്റന്റ് ടൈമിന് മാത്രം ബ്രാക്കറ്റിൻ്റെ വെളിയിലേക്ക് വെക്കുകയാണ്. ഓക്കെ, അപ്പം 9 ഇൻറ്റു ഓക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ x² + 13y², x² + 13y² മൈനസ് എന്താണ്? 6xy ഓക്കെ -4x ഓക്കെ +28y. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ഇതിനെ പുറത്ത് വെക്കുന്ന 9 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ആണ്. ഓക്കെ, 180 അല്ലെ? = എന്താണ്? 256. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഫോർമാറ്റിലാക്കാൻ വേണ്ടി 286 നമുക്ക് ലെഫ്റ്റിലേക്ക് എടുത്ത് നമുക്ക് -76 അല്ലെ? = എന്ത് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇനി തന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെ എന്താണ്? യെസ് ഓക്കെ, 9 ഇൻറ്റു x² + α_y² + βxy + γx അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y² കോഎഫിഷ്യന്റ്, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? xy കോഎഫിഷ്യന്റ്, ഗാമ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ആൽഫ = എന്താണ്? 13, ബീറ്റ = -6, ഗാമ = -4. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? യെസ്, ആൽഫ - ബീറ്റ - ഗാമയാണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ - ബീറ്റ - ഗാമ അല്ലെ? അഥവാ 13 - +6 + 4. റെഡി അല്ലേ? അപ്പോൾ അഥവാ എന്ത് കിട്ടൂടാ മക്കളെ? 23 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ 23. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ.